ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനേക കോടി നക്ഷത്രങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുന്ന മനോഹര രാത്രി, തൂമന്ദഹാസം പൊഴിക്കുന്ന ചന്ദ്രൻ, തണുപ്പിൻ്റെ പുതുപ്പണിഞ്ഞ പ്രപഞ്ചം, മഞ്ഞുതുള്ളികളുടെ ആലസ്യത്തിലാണ്ട സസ്യലതാദികൾ, പവിഴമുത്തുകളായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞുതുള്ളികളുടെ മധുര നൃത്തം, പ്രപഞ്ചം ഗാഠനിദ്രയിലാണ്ട വിശുദ്ധ രാത്രി, ഉണ്ണി യേശു പിറന്ന പുണ്യരാത്രി. എല്ലാം സൃഷ്ടിച്ച യേശുനാഥനിത സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് കാലിത്തൊഴുത്തിൻ്റെ എളിമയിൽ മറിയത്തിൻ്റെ മകനായി, ജോസഫിൻ്റെ പുത്രനായി, പാപികളായ മനുഷ്യരുടെ രക്ഷകനായി, എന്നാൽ പാപമില്ലാത്തവനായി, വിശുദ്ധിയുടെ നിറകുടമായി, വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജാതിരാജനായി വന്നു പിറന്നു. സൂര്യനേക്കാൾ തേജസ്സുറ്റവൻ, പുൽക്കൂട്ടിൽ കാലുകൾക്കൊപ്പം. സ്വർഗം തുറക്കപ്പെട്ട രാത്രി, മണ്ണിനും മാനത്തിനും മധ്യേ താളമേളങ്ങളും വാദ്യഘോഷങ്ങളുമായി അണിനിരന്നു സ്വർഗീയ സേന. അവർ ഉച്ചത്തിൽ പാടുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. രാജാതിരാജനും സർവ്വസൈന്യാധിപനുമായ ദൈവം ഭൂതലത്തിൽ കന്യാജാതനായി അവതാരമെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി പറന്നുവന്ന ദൂതർ ദിവ്യപൈതലിൻ്റെ അടുത്ത് ആയിരുന്ന കീർത്തനം പാടുന്നു. മേഘപാളികൾക്കിടയിൽ നിന്നും കത്തിയേറുന്ന മുൾപ്പടർപ്പിനുള്ളിൽ നിന്നുമൊക്കെ സംസാരിച്ച ദൈവത്തിൻ്റെ സന്ദേശവാഹകരായ ദൂതർ മറിയത്തിൻ്റെ അടുത്തുമെത്തി ദിവ്യപുത്രനെ സ്വീകരിക്കുവാനുള്ള സമ്മതം ചോദിക്കുന്നു. ദൂത് കൈമാറുന്നവരാണ് ദൂതർ. ചില നേരങ്ങളിൽ ദൈവം അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കാനും നാം മറന്നുപോയ മറ്റു ചിലതിനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാനുമൊക്കെ ചിലരെ നിയോഗിച്ച് നമ്മുടെ അടുത്തേക്ക് അയക്കാറുണ്ട്. നാം ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അപ്പപ്പോൾ പ്രത്യുത്തരം നൽകാനോ അവിടുന്ന് മനസ്സാകണമെന്നില്ല. പകരം ചിലരെ, ചില സന്ദർഭങ്ങളെ, ചില നിമിത്തങ്ങളെ അവിടുന്ന് ഉപകരണമാക്കി നമുക്ക് വേണ്ടിയുള്ള ദൂത് കൈമാറാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്യുമ്പോൾ അമ്മ ചോദിക്കുന്നു: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയം ഇങ്ങനെ ചോദിക്കുന്നത് വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ഒരു പുരുഷനില്ലാതെ ഒരു അമ്മയ്ക്കും കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിയില്ല എന്ന് കന്യകാമറിയത്തിന് അറിയാമായിരുന്നു. അതിനാലാണ് ഈ സംശയം ഉയർന്നത്. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മ ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കുകയും ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ വലിയ യാഥാർത്ഥ്യം പൂർത്തിയാക്കുവാൻ തൻ്റെ ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുന്നു. സക്കറിയ പുരോഹിതന് ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു: ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പ്രായം കഴിഞ്ഞപ്പോഴേക്കും സക്കറിയ പ്രവാചകന് ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഇടർച്ച വന്നിരുന്നു. അതിനാൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തൻ്റെ കഴിവിൽ ആശ്രയിച്ച് സക്കറിയ ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഇതുപോലെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. അപ്പോഴെല്ലാം സക്കറിയയെ പോലെ അവിശ്വസിക്കാതെ മറിയത്തെ പോലെ ദൈവത്തിൻ്റെ ദൂതന് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയ പരിവർത്തനത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഹൃദയ പരിവർത്തനത്തിനുള്ള അവസരമാണ് ക്രിസ്തുമസ്. മനുഷ്യന് സമാധാനം സംലഭ്യമാക്കുന്ന അവസരം. എന്നാൽ അക്രമാസക്തമായ ഹൃദയത്തിൽ എങ്ങനെയാണ് സമാധാനം സംജാതമാകുക? മനുഷ്യവിമോചനത്തിൻ്റെ രഹസ്യമാണ് യേശുവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഉണ്ണിയേശുവിനെ സന്ദർശിച്ച ഇടയന്മാർ സമാധാനവും സന്തോഷവും പ്രാപിച്ചവർ ആയിത്തീരുന്നു. ദൈവത്തെ മുഖാമുഖം കണ്ടതുവഴി അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ പങ്കാളിയായി തീരുന്നു. ഈ അനുഭവം പങ്കുവയ്ക്കുക വഴി അവർ രഹസ്യത്തിൻ്റെ പരികർമ്മികളായി തീരുന്നു. ഇന്ന് സഭയിലൂടെ രണ്ടു വിധത്തിൽ ഈ രഹസ്യം പരികർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത് നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കേണ്ട ഒന്നാണ്. യേശുവിനെ കണ്ടപ്പോൾ അവിടുന്ന് ഏതു വിധത്തിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സക്കേവോസിനുണ്ടായ ഹൃദയ പരിവർത്തനത്തോട് സാമ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു.
ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശുവുമായി ബന്ധപ്പെട്ട വ്യക്തി പുതിയ മൂല്യങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച് വ്യതിയാനം പ്രാപിക്കുന്നു. രണ്ടാമത്തേത്, ആട്ടിടയന്മാർ തങ്ങളുടെ സന്തോഷത്തെ മറ്റുള്ളവരുമായി പങ്കുവച്ചതുപോലെ ദൈവവചനത്തെ, സദ്വാർത്തയെ പ്രഘോഷണം ചെയ്യുന്നത് വഴി. ഒരു ശിശുവിൻ്റെ പിറവി ഏതൊരു കുടുംബത്തിനും സന്തോഷം നൽകുന്നതാണ്. സാറായും അബ്രഹാമും ഇത് സാക്ഷിക്കുന്നു. ഒരു ശിശു ജനിക്കുമെന്ന പ്രതീക്ഷയേറ്റ ദമ്പതികളായ അവർക്ക് ഇസഹാക്കിനെ ലഭിച്ചപ്പോൾ സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ വക ദൈവം നൽകിയിരിക്കുന്നു. സമാധാന സ്ഥാപകയായ യേശുവിൻ്റെ ജനനം വഴി ഒരു വ്യക്തിക്ക് മാത്രമല്ല എല്ലാവർക്കും സമാധാനം കൈവന്നിരിക്കുന്നുവെന്ന് മാലാഖ ഉദ്ഘോഷിക്കുന്നു. പ്രതീക്ഷകളുടെ നക്ഷത്രങ്ങളും ലാളിത്യത്തിൻ്റെ പുൽക്കൂടും സ്നേഹം പങ്കിടലിൻ്റെ മധുരമുള്ള കേക്കുമായി വന്നിണയുന്ന ഈ ക്രിസ്തുമസിനെ നമുക്കും വരവേൽക്കാം. ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.